നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 നവംബർ മാസം 12-ാം തീയതി ബുധനാഴ്ച. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തും എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് തുലാവർഷ മഴ വീണ്ടും സജീവമായിരിക്കുകയാണ്. തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിക്കുന്നത്. വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴ പെയ്യുമെന്നാണ് നിർദ്ദേശം. കൂടാതെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മഴ സാധ്യതയുള്ളതിനാൽ തന്നെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പരിഷ്കരിച്ച ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയിൽ ജയിക്കുന്നവരുടെ എണ്ണം കുത്തനെ കുറഞ്ഞതോടെ ചെറിയ മാറ്റം ഇപ്പോൾ പരീക്ഷാ രീതിയിൽ വരുത്തിയിരിക്കുകയാണ്. ചോദ്യാവലിയിൽ പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയത് കൂട്ടത്തോൽവിക്ക് കാരണമായിരുന്നു. പരിഷ്കാരത്തിനെതിരെ വലിയ പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് മാറ്റം വരുത്തിയത്. ക്യാപ്ചയുടെ എണ്ണം കുറച്ചാണ് പരാതിക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചത്. മുൻപ് പരീക്ഷയ്ക്ക് 20 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പരിഷ്കരിച്ചപ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം 30ആയി. ഇതിൽ 18 എണ്ണത്തിന് ഉത്തരം നൽകിയാൽ മാത്രമേ ജയിക്കൂ. പ്രധാനമായി ക്യാപ്ച രൂപത്തിൽ നൽകേണ്ട ഉത്തരമാണ് അപേക്ഷകരെ വട്ടം കറക്കുന്നത്. ചോദ്യാവലിയിൽ 3 സാധാരണ ചോദ്യങ്ങൾക്ക് ശേഷം വരുന്ന ചോദ്യത്തിന്റെ ഉത്തരം നൽകേണ്ടത് ക്യാപ്ച അടിച്ചു നൽകിയാണ്. ഓരോ 3 ചോദ്യത്തിന് ശേഷവും ക്യാപ്ച നൽകേണ്ട ഉത്തരം വരും. അതിനാൽ കമ്പ്യൂട്ടർ ടൈപ്പിംഗിൽ വലിയ വേഗതയില്ലാത്തവർക്കും പരിജ്ഞാനം കുറഞ്ഞവർക്കുമൊക്കെ തന്നെ ധാരാളം സമയം വേണ്ടിവരും. ഒരു സാധാരണ ചോദ്യത്തിന് 30 സെക്കൻഡും ക്യാപ്ച ഉത്തരമായി വരുന്ന ചോദ്യത്തിന് 45 സെക്കൻഡുമാണ് അനുവദിച്ചിരുന്ന സമയമെന്ന് പറയുന്നത്. അതിനാൽ തന്നെ പരീക്ഷ എഴുതുന്ന 80% പേർക്കും അവ അനുവദിച്ചിരുന്ന സമയത്തിനുള്ളിൽ പരീക്ഷ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. ഇംഗ്ലീഷ് ചെറിയ അക്ഷരങ്ങളും അതോടൊപ്പം തന്നെ വലിയ അക്ഷരങ്ങളും കൂടാതെ നമ്പറുകളും അടങ്ങുന്നതാണ് ക്യാപ്ച. 30 ചോദ്യത്തിനും ഉത്തരം നൽകുന്നവർക്ക് 9 ക്യാപ്ച ഉത്തരം നൽകേണ്ടി വരും. ആദ്യ ക്യാപ്ച ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ തന്നെ പരീക്ഷയിൽ നിന്ന് സമയം പൂർത്തിയായി പുറത്താകുന്ന അവസ്ഥയാണ്. പരാതി ഉയർന്നതിനെ തുടർന്ന് മൊത്തം ക്യാപ്ച ചോദ്യം 3ആയിട്ട് ചുരുക്കിയിരിക്കുകയാണ്. ഇതോടെ പരീക്ഷ എഴുതുന്നവർക്ക് ആശ്വാസമായെങ്കിലും പരീക്ഷയെ പേടിച്ച് പലരും എഴുതാനായിട്ട് ഇപ്പോൾ മടിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 21ാമത് ഗഡുവിൻ്റെ വിതരണത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ കർഷക ഗുണഭോക്താക്കളെല്ലാം തന്നെ. ഇപ്പോൾ ഇതാ സ്റ്റാറ്റസ് പരിശോധിക്കുന്ന സമയത്ത് 21ാമത് ഗഡുവിൻ്റെ വിതരണം സംബന്ധിച്ച് സ്റ്റാറ്റസ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫണ്ട് ട്രാൻസ്ഫർ ഓർഡറിനുള്ള റിപ്പോർട്ട് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് എല്ലാവർക്കും പരിശോധിച്ച് നോക്കാവുന്നതാണ്. കാരണം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. നിരവധി ആളുകളെയാണ് ഇത്തവണ പദ്ധതിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 21ാമത് ഗഡു ലഭിക്കുമോ എന്നറിയാൻ സ്റ്റാറ്റസ് നിർബന്ധമായിട്ടും പരിശോധിക്കുക. PM കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് 21ാമത് ഗഡു മുടങ്ങാതെ ലഭിക്കുമോ എന്നറിയാൻ തീർച്ചയായിട്ടും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അവിടെ 21ാമത് ഗഡുവിൻ്റെ പേയ്മെൻറ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും തുക ലഭിക്കുന്നതായിരിക്കും. എന്തായാലും വളരെ വൈകാതെ തന്നെ 21ാം ഗഡു വിതരണം ആരംഭിക്കുന്നതാണ്. ഇതിൻ്റെ കൃത്യമായ അപ്ഡേറ്റുകൾ വന്നാൽ ഉടൻ തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് സ്ത്രീകൾ കാത്തിരുന്നതും സർക്കാർ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നതുമായിട്ടുള്ള ജനപ്രിയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതി. ഈ പദ്ധതിയുടെ ഔദ്യോഗിക വിജ്ഞാപനം സർക്കാർ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ പദ്ധതി പ്രകാരം അർഹരായ വീട്ടമ്മമാർക്ക് 2025 നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭിക്കുന്നതാണ്. സർക്കാരിൻ്റെ പുതിയ കണക്കനുസരിച്ച് ഏകദേശം 31 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത് BPL AY മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകളാണ്. അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് SMS വഴിയുള്ള അറിയിപ്പുകൾ ഇതിനോടകം തന്നെ അവരുടെ ഫോണുകളിലേക്ക് ലഭിച്ചിട്ടുണ്ടാകും. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട നിബന്ധനകൾ ഈ പറയുന്നവയാണ്. അപേക്ഷ സമർപ്പിക്കുന്ന വീട്ടമ്മയ്ക്ക് 35 വയസ്സിനും 60 വയസ്സിനിടയിൽ പ്രായം ഉണ്ടായിരിക്കണം. കൂടാതെ സർക്കാർ, പൊതുമേഖല, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാകാൻ പാടില്ല. അതുപോലെ തന്നെ വിധവാ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷൻ, EPF പെൻഷൻ തുടങ്ങിയ നിലവിലെ മറ്റ് ക്ഷേമനിധി പെൻഷൻ അല്ലെങ്കിൽ പദ്ധതികളിലൊക്കെ അംഗങ്ങളായിട്ടുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. 60 വയസ്സ് പൂർത്തിയാകുന്നതോടെ പദ്ധതിയിലെ ആനുകൂല്യം നിലയ്ക്കുന്ന നിലയിലാണ് ഈ സംവിധാനം ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പെൻഷൻ പദ്ധതിക്കായുള്ള രജിസ്ട്രേഷൻ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. കൂടാതെ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓഫ്ലൈൻ സംവിധാനം വഴിയാണ്. അതായത് അക്ഷയ കേന്ദ്രങ്ങളോ കോമൺ സർവീസ് സെൻ്ററുകളോ വഴിയല്ല നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷകൾ സ്വീകരിക്കുന്നത് മറിച്ച് ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കുന്ന രീതിയാണ്. അതായത് നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ നിങ്ങൾ നൽകേണ്ടതായിട്ടുള്ളത്. അവരാണ് അപേക്ഷകൾ കൈകാര്യം ചെയ്യുകയും അതിൽ തീർപ്പ് കൽപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്യുക.
അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട പ്രധാനപ്പെട്ട രേഖകൾ അതിൽ ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, റേഷൻ കാർഡ് എന്നിവയൊക്കെയാണ് നൽകേണ്ടത്. കൂടാതെ അർഹത തെളിയിക്കുന്നതിന് ആവശ്യമായ പ്രായം തെളിയിക്കുന്ന രേഖകൾ, സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജനനത്തീയതി സർട്ടിഫിക്കറ്റ് അതൊക്കെ നിർബന്ധമാണ്. ഇതിനെല്ലാം പുറമെ താൻ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നയാളാണെന്നും സർക്കാരിന്റെ മറ്റ് ക്ഷേമ പദ്ധതികളിൽ അംഗമല്ലെന്നും വ്യക്തമാക്കുന്ന ഒരു സ്വയം സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രം അപേക്ഷകർ തയ്യാറാക്കി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ സാക്ഷ്യപത്രത്തിനായിട്ടുള്ള ഔദ്യോഗിക ഫോമുകൾ ഉൾപ്പെടെയുള്ള കൃത്യമായ അറിയിപ്പുകൾ അത് വരും ദിവസങ്ങൾ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആദ്യ ഗഡുവിൻ്റെ വിതരണം നവംബർ മാസം തന്നെ ഉണ്ടാകുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നവംബർ മാസം 20-ാം തീയതി മുതൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ മുൻകൂട്ടി തീയതികൾ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല 2 ഗഡുക്കളാണ് നമുക്ക് എത്തിച്ചേരുന്നത്. വിതരണം ചെയ്യുന്നതിൽ ഒരു ഗഡു ക്ഷേമ പെൻഷന്റെ കുടിശ്ശികയാണ്, അതാകട്ടെ 1600 രൂപയാണ്. അതോടൊപ്പം തന്നെ നവംബർ മാസത്തെ വിതരണ തുകയായിട്ടുള്ള വർദ്ധിപ്പിച്ച 2000 രൂപ അതും നമുക്ക് ലഭിക്കും. സോ അങ്ങനെ മൊത്തത്തിൽ 3600 രൂപയായിരിക്കും ഓരോ വ്യക്തികൾക്കും എത്തിച്ചേരുക. ഇനി വർദ്ധിപ്പിച്ച പെൻഷൻ തുക ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ അപേക്ഷകളോ നടപടിക്രമങ്ങളോ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യണമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. അത്തരത്തിൽ അപേക്ഷകൾ ഒന്നും പുതുതായിട്ട് നമ്മളിപ്പോൾ നൽകേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ സർക്കാർ നിഷ്കർഷിച്ചിരുന്ന കാര്യങ്ങൾ അതെല്ലാം ചെയ്തവർക്ക് പ്രധാനമായിട്ടും ബയോമെട്രിക് മസ്റ്ററിങ്, നോട്ടറി മാരേജ് സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് ചിലരോട് ആവശ്യപ്പെട്ടിരുന്നു. അതെല്ലാം കൃത്യമായി സമർപ്പിച്ചവർക്ക് യാതൊരു ടെൻഷനും കൂടാതെ നിങ്ങൾക്ക് തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാകുന്നതാണ്. ഇനി നമ്മുടെ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സേവന പെൻഷൻ വെബ്സൈറ്റ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് അവിടെ ഒന്ന് പരിശോധിച്ചാൽ മതിയാകും. ആധാർ നമ്പർ വെച്ചുകൊണ്ട് നമുക്ക് പരിശോധിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ ID വെച്ചുകൊണ്ട് പരിശോധിക്കാം, ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകി പരിശോധിക്കാം. അപ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും കണ്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ചൊവ്വാഴ്ച നവംബർ 11-ാം തീയതി സ്വർണ്ണവിലയിൽ 2 തവണ നിരക്ക് രേഖപ്പെടുത്തി. രാവിലെ വർധനവുമായി എത്തിയ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം കുറഞ്ഞിരിക്കുകയാണ്. രാവിലെ 22 കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് 225 രൂപ കൂടി 11,575 രൂപയും പവന് 1,800 രൂപ കൂടി 92,600 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം 22 കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 11,535 രൂപയും പവന് 320 രൂപ കുറഞ്ഞ് 92,280 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.